രാവിലെയിലേക്ക് വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ് നമ്മൾ. വഖഫ് ബിൽ ഇന്നലെ രാത്രിയോടെ നിയമമായിരിക്കുന്നു. പ്രതിഷേധങ്ങളും നിയമപരമായ രീതിയിലുള്ള ഇടപെടലുകളും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ബാക്കി കാണാൻ പോകുന്നതേ ഉള്ളൂ. അതോടൊപ്പമാണ് മലയാളിയായ ഒരു ജനറൽ സെക്രട്ടറി CPM-ന് ഒരിക്കൽ കൂടി ഉണ്ടാകുമെന്ന സ്ഥിരീകരണം ഏതാണ്ട് ആവുകയാണ്. മധുരയിൽ നിന്നാണ് മധുരമുള്ള വാർത്ത കേരളത്തെ സംബന്ധിച്ച് വരുന്നത്. CPM-നെ നയിക്കാൻ MA ബേബി തന്നെ വരും എന്ന കാര്യം ഏതാണ്ട് തീരുമാനമാവുകയാണ്. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് പോകാം. ആദ്യം തലക്കെട്ടുകൾ. CPM-നെ നയിക്കാൻ MA ബേബി ജനറൽ സെക്രട്ടറിയാക്കാൻ PB-യിൽ ധാരണ. EMS-ന് ശേഷം കേരളത്തിൽ നിന്ന് പാർട്ടി തലപ്പത്തെത്തുന്ന മലയാളി. എതിർത്ത് ബംഗാൾ ഘടകവും അശോക് ധാവ്ലെയും. പ്രഖ്യാപനം കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം. വഖഫ് ബിൽ ഇനി നിയമം. പാർലമെന്റ് പാസാക്കിയ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. രാജ്യവ്യാപക സമരത്തിന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. JNU-വിലും ഇന്ന് പ്രതിഷേധം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗത്തിന് കത്തോലിക്ക സഭയും ഉണ്ടാകുമെന്ന് സൂചന. പ്രമുഖ പാർട്ടികൾക്കെതിരെ സ്ഥാനാർത്ഥി ഉണ്ടാകും. പാർട്ടി രൂപീകരിച്ചില്ലെങ്കിലും മത്സരിക്കാൻ ആലോചന. രാഷ്ട്രീയ നീക്കങ്ങൾ വേഗത്തിലാക്കാനും സഭാ നേതൃത്വം. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം കത്തുന്നു. കടുത്ത പ്രതിഷേധത്തിൽ ലീഗ്. പരാതി നൽകി AIYF-ഉം. വിവാദം മലപ്പുറം പ്രത്യേക രാജ്യമെന്നും ഈഴവർക്ക് ദുരിതമെന്നുമുള്ള പ്രസ്താവനയിൽ. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. തുറന്നുകൊടുക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം. ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED. നടപടി. പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷം മുൻപ് നിർമ്മിച്ച ചിത്രങ്ങളെക്കുറിച്ചും അന്വേഷണം. നിക്ഷേപം നടത്തിയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളും നിരീക്ഷണത്തിൽ. നയിക്കാൻ ബേബി സഖാവ്. MA ബേബി CPM-ന്റെ ജനറൽ സെക്രട്ടറിയാകും. ഇന്നലെ രാത്രി ചേർന്ന PB യോഗത്തിൽ MA ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാൻ ധാരണയായി. PB യോഗത്തിൽ അശോക് ധാവ്ലെ ഉൾപ്പെടെ 5 പേരാണ് ബേബിയെ എതിർത്തത്. ഇന്നത്തോടെ 24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ സമാപനമാകും. വിവരങ്ങളുമായി VV അരുൺ. അരുൺ, ഈ പാർട്ടി കോൺഗ്രസ് തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ കൗതുകം EMS-ന് ഒരു പിൻഗാമി കേരളത്തിൽ നിന്നുണ്ടാകുമോ എന്ന ചോദ്യമായിരുന്നു ആദ്യത്തെ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഉന്നയിച്ചത്. ഇന്നിപ്പോൾ അവസാന ദിവസമാവുമ്പോൾ അതിനൊരു സ്ഥിരീകരണമാവുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിൽ നിന്ന്, പാർട്ടി ഏറ്റവും ശക്തമായുള്ള കേരളത്തിൽ നിന്ന് തന്നെ ഒരു നേതാവ് എത്തുന്നു. എങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ PB-യിലെ ചർച്ച? ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇതിന് ബാക്കിയുള്ളത്? ശ്രീജ, MA ബേബി CPM-ന്റെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇനിയുള്ളത് സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. ഇന്നലെ രാത്രി ചേർന്ന പൊളിറ്റ് ബ്യൂറോ യോഗമാണ്, നിലവിലെ പൊളിറ്റ് ബ്യൂറോയുടെ യോഗമാണ് ബേബിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനമെടുത്തത്. പ്രകാശ് കാരാട്ടാണ് ബേബിയുടെ പേര് നിർദ്ദേശിച്ചത്. ബേബി എന്ന ഒറ്റ പേര് മാത്രമാണ് കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് നിർദ്ദേശിച്ചത്. അതിൽ ചില തർക്കങ്ങൾ ഉണ്ടായി. അശോക് ധാവ്ലെ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അശോക് ധാവ്ലെ, സൂര്യകാന്ത് മിശ്രയെ പോലുള്ള നേതാക്കൾ മറ്റു പേരുകൾ നിർദ്ദേശിച്ചു. അശോക് ധാവ്ലെ പറഞ്ഞത് മുഹമ്മദ് സലീമിന്റെ പേരാണ്. സൂര്യകാന്ത് മിശ്ര കാരാട്ട് തന്നെ തുടരണം എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചു. ബംഗാൾ ഘടകവും ബേബിയെ കൊണ്ടുവരുന്നതിനോട് എതിർപ്പുയർത്തി. ബംഗാൾ ഘടകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഒരു നോൺ ഫേസ് ആയിരിക്കണം, ദേശീയതലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആളാകണം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വരേണ്ടത്. അതാകും പാർട്ടി ഗുണം ചെയ്യുക എന്നൊരു അഭിപ്രായമാണ് ബംഗാൾ ഘടകത്തിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ പൊളിറ്റ് ബ്യൂറോ യോഗത്തിലും അവർ ആ നിലപാട് മുന്നോട്ട് വച്ചു. എന്നാൽ കേരള ഘടകം ഒറ്റക്കെട്ടായി MA ബേബിക്ക് പിന്നിൽ അണിനിരന്നു. അതോടുകൂടിയാണ് ബേബിയുടെ സാധ്യതകൾ വർദ്ധിച്ചത്. ബേബി ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ധാരണ പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാകുകയും ചെയ്തത്. ഇനി വലിയ അട്ടിമറികൾ ഉണ്ടായില്ല എങ്കിൽ MA ബേബി തന്നെ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആകും. EMS-ന് ശേഷം പൂർണ്ണ മലയാളി എന്ന് നമുക്ക് പറയാവുന്ന ഒരു ജനറൽ സെക്രട്ടറി CPM-ന് വരികയാണ്. നേരത്തെ പ്രകാശ് കാരാട്ട്, പാലക്കാട് സ്വദേശിയായ പാലക്കാട്ടുകാരനായ പ്രകാശ് കാരാട്ട് CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നുവെങ്കിലും അദ്ദേഹം
ഡൽഹി കമ്മിറ്റിയുടെ ഡൽഹി ഘടകത്തിന്റെ അക്കൗണ്ടിലാണ് അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി വരികയും പിന്നീട് ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ MAVB വരുമ്പോൾ മലയാളികൾക്ക് ആ രീതിയിൽ കൂടി അഭിമാനിക്കാനുള്ള വകയാകുമെന്ന് ഉറപ്പാണ്. വലിയ ഒരു അട്ടിമറികൾ ഉണ്ടായില്ല എങ്കിൽ MAVB തന്നെ CPM ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടും. രാവിലെ പൊളിറ്റ് ബ്യൂറോ യോഗം ആദ്യം ചേരും. അതിൽ ഇത് ഒന്നുകൂടി ധാരണ ഉറപ്പിക്കും. അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് ഈ പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കേണ്ട പാനൽ ഉൾപ്പെടെ തയ്യാറാക്കും. അതിലാകും ഈ ബേബി ജനറൽ സെക്രട്ടറി ഉള്ള നിർദ്ദേശം കൃത്യമായി അവതരിപ്പിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക. അവിടെ പുതിയ PB അംഗങ്ങളുടെ പട്ടികയും ഉണ്ടാകും. 6 പേർ ഒഴിയുമെന്ന് ഉറപ്പായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ആണ് 75 വയസ്സ് പിന്നിട്ടിട്ടും ജനറൽ സെക്രട്ടറി പൊളിറ്റ് ബ്യൂറോ അംഗമായി തുടരാനുള്ള അനുമതി നൽകിയത്. രാജ്യത്തെ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ഏക കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹം പാർട്ടിയുടെ പരമോന്നത സമിതിയിലും ഉണ്ടാകണമെന്ന ഒരു നിലപാട് CPM സ്വീകരിക്കുക. അങ്ങനെയാണ് പിണറായി വിജയന് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പ്രായപരിധിയിൽ ഇളവ് നൽകി PBയിൽ തുടരാൻ അനുമതി നൽകിയത്. ഇവിടെയും അത് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു. ഒരു തീരുമാനമുണ്ടാകുമ്പോൾ എല്ലാവർക്കും വേണമെന്ന അഭിപ്രായമൊക്കെ ബംഗാൾ ഘടകത്തിലുണ്ടെങ്കിൽ പോലും പിണറായിയെ PBയിൽ നിലനിർത്താൻ തന്നെയാണ് സാധ്യത. ഏറിപ്പോയാൽ അദ്ദേഹത്തെ PBയിൽ ക്ഷണിതാവാക്കും. അതിനപ്പുറത്തേക്ക് പിണറായിയെ പൂർണ്ണമായും പൊളിറ്റ് ബ്യൂറോ ഘടകത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പിക്കുന്നു CPM ഇടതുമുന്നണി. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി തന്നെയാകും കേരളത്തിൽ CPM-നെ ഇടതുമുന്നണി നയിക്കാൻ പോകുന്ന അങ്ങനെയുള്ള നേതാവിനെ PBയിൽ നിന്ന് മാറ്റി നിർത്താൻ നേതൃത്വം തയ്യാറാകില്ല. മറ്റാർക്കും ഇളവ് നൽകരുന്ന അഭിപ്രായവും ശക്തമാണ്. അവിടെ ചില പേരുകൾ ഉയർന്നു കേൾക്കുന്നത് PK ശ്രീമതിക്ക്. PK ശ്രീമതി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ്. ശ്രീമതിക്ക് ഇളവ് നൽകണം എന്നൊരു അഭിപ്രായം ശക്തമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ തുടർന്നേക്കും, അല്ലെങ്കിൽ അവരെ ക്ഷണിതാവായെങ്കിലും ഉൾപ്പെടുത്തിയേക്കും. മുഹമ്മദ് യൂസഫ് തരിഗാമി കാശ്മീരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം നിരവധി തവണ അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ അടക്കമുണ്ടായ നേതാവാണ്, അതിനെ അതിജീവിച്ച നേതാവാണ്. തരിഗാമിയെ കശ്മീരിലെ അല്ലെങ്കിൽ ആ മേഖലയിലെ CPM-ന്റെ മുഖമാണ് അദ്ദേഹം. അദ്ദേഹത്തെ നിലനിർത്തണമെന്ന അഭിപ്രായവുമുണ്ട്. അദ്ദേഹത്തിനും പ്രായപരിധി ഒരു തടസ്സമാണ്. പക്ഷേ അദ്ദേഹവും ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റി നിലനിന്നേക്കാം. മറ്റുള്ള നേതാക്കൾ PBയിൽ നിന്ന് 6 പേർ ഒഴിയും. ബൃന്ദ കാരാട്ട്, പ്രകാശ് കാരാട്ട്, സൂര്യകാന്ത് മിശ്ര, രാമചന്ദ്രൻ തുടങ്ങിയുള്ള 6 നേതാക്കൾ, സുഭാഷിണി അലി തുടങ്ങിയ 6 നേതാക്കൾ PBയിൽ നിന്ന് ഒഴിയും. അവർക്ക് പകരക്കാർ വരുമെന്ന് ഉറപ്പാണ്. തമിഴ്നാട്ടിലെ നേതാവ് K വാസുകി അവർ പൊളിറ്റ് ബ്യൂറോയിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഹേമലത ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള നേതാവാണ്. അവരും പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. മറിയം ധാവടി ഉൾപ്പെടെ പേരുകൾ പരിഗണനയിലുണ്ട്. ബിജു കൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പാർട്ടി സെന്ററായി അവിടെ കേന്ദ്ര കമ്മിറ്റി സെന്ററായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളി കൂടിയായ കർഷക നേതാവാണ് ബിജു കൃഷ്ണൻ. ബിജു കൃഷ്ണൻ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. ശ്രീപത് ഭട്ടാചാര്യയാണ് ബംഗാളിൽ നിന്ന് PBയിലേക്ക് സൂര്യകാന്ത് മിശ്രയ്ക്ക് പകരം വരാൻ പോകുന്നത്. ജിതേന്ദ്ര ചൌധരി ത്രിപുരയിൽ നിന്ന് മണിക് സർക്കാരിന് പകരക്കാരനായി, മണിക് സർക്കാരും 75 വയസ്സ് പിന്നിട്ടയാളാണ്, PBയിലേക്ക് എത്തിയേക്കും. അമ്രാറാം രാജസ്ഥാനിൽ നിന്നുള്ള നേതാവ് അമ്രാറാം PBയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പേരാണ്. അരുൺകുമാർ CC യൂണിറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹത്തിന്റെ പേര് പരിഗണനയിലുണ്ട്. കേരളത്തിൽ നിന്ന് ഒരാൾ കൂടി PBയിലേക്ക് വന്നേക്കാമെന്ന ചർച്ചകളും സജീവമാണ്. കേരളത്തിൽ നിലവിൽ PBയിലേക്ക് ഒഴിവില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവിലേക്ക് നേരത്തെ MV ഗോവിന്ദൻ PBയിലുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് ഒരാളെ കൂടി, പ്രകാശ് കാരാട്ട് ഒഴിയുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു കണക്കിലെങ്കിലും കേരളത്തിൽ ഒരാൾ കൂടി PBയിലേക്ക് എത്താമെന്ന ചർച്ചകളുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ സാധ്യത EP ജയരാജനാണ്. അങ്ങനെ പരിഗണിക്കപ്പെട്ടാൽ ഏറ്റവും അധികം സാധ്യതയുള്ള നേതാവ്. കേന്ദ്ര കമ്മിറ്റിയിലും വലിയ മാറ്റങ്ങളുണ്ടാകും. കേരളത്തിൽ നിന്ന് ഒഴിവുള്ളത് മൂന്ന് ഒഴിവാണ് കേരളത്തിലുള്ളത്. അത് കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തെ തുടർന്നുള്ള ഒഴിവ്, PK ശ്രീമതി ഒഴിവായ ഒരു ഒഴിവ് അവിടെ സ്വാഭാവികമായും വരും. മറ്റൊന്ന് AK ബാലന്റെ ഒഴിവാണ്. അങ്ങനെയെങ്കിൽ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. PK ബിജു കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് എത്താൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവാണ്. PK സൈനബ, മുഹമ്മദ് റിയാസ്, MB രാജേഷ്, പുത്തലത്ത് ദിനേശൻ, അതുപോലെ ഇടതുമുണ്ടി കഴിഞ്ഞ TP രാമകൃഷ്ണൻ ഏറെക്കുറെ കേന്ദ്രങ്ങളിൽ ഉറപ്പിക്കുന്നെന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെ പല പേരുകളുണ്ട്. മേഴ്സിക്കുട്ടിയമ്മയുടെ പേര് പരിഗണനയിലുണ്ട്. കേരളത്തിൽ 3 ഒഴിവാണ് ഉള്ളെങ്കിൽ ഒരുപക്ഷെ അത് ഒന്നുകൂടി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ. അങ്ങനെ ഏതായാലും കേരളത്തിന്റെ പ്രാതിനിധ്യം കൂടാൻ തന്നെയാണ് സാധ്യത. MABB ജനറൽ സെക്രട്ടറി ആവുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അത് കാര്യമായ അട്ടിമറിയോ അല്ലെങ്കിൽ മത്സരമോ ഒക്കെ ഉണ്ടായില്ലെങ്കിൽ MABB തന്നെ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആകും. അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ശ്രീജ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, MABB വരുമ്പോൾ
CPM-ന്റെ തലപ്പത്തേക്ക് MA ബേബി വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് കൂടി പറയേണ്ടി വരും. CPM-ന്റെ ഒരു ദാർശനിക മുഖമായിട്ടാണ് എപ്പോഴും ബേബിയെ എല്ലാവരും കണക്കാക്കാറുള്ളത്. സീതാറാം യെച്ചൂരിക്ക് ശേഷം ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ കാരാട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി എത്തുന്നത് ബേബി ആകുമ്പോൾ എന്തൊക്കെയായിരിക്കും പാർട്ടിയുടെ ദാർശനിക മുഖം എന്ന നിലയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ശ്രീജ, CPM-ന്റെ ദാർശനിക മുഖമാണ് MA ബേബി. അതിനപ്പുറത്തേക്ക് പ്രായോഗികവാദിയായ ഒരു നേതാവ് കൂടിയാണ്. മാറ്റങ്ങളെ എപ്പോഴും ഉൾക്കൊള്ളുന്ന ഒരു നേതാവ്. അത്തരത്തിൽ കൂടി MA ബേബിയുടെ ഇടപെടലുകളെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാനാകും. കാരണം അദ്ദേഹം ദേശീയതലത്തിൽ ബംഗാൾ ഘടകമൊക്കെ അദ്ദേഹത്തെ എതിർക്കുന്നത് ദേശീയതലത്തിൽ നോൺ ഫേസ് വേണമെന്നുണ്ട്. പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡൽഹിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി നിന്നയാളാണ് MA ബേബി. CPM-ന്റെ അന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു, അതിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു MA ബേബി. 32-ാം വയസ്സിൽ രാജ്യസഭയിലെത്തിയ നേതാവ്. അത്ര ചെറിയ പ്രായത്തിൽ CPM രാജ്യസഭയിലേക്ക് അയച്ച അപൂർവ നേതാക്കളിൽ ഒരാളാണ്. ഒരുപക്ഷെ കേരളത്തിൽ പോലും ആ പ്രായത്തിൽ രാജ്യസഭയിലേക്ക് നേതാക്കൾ എത്തുന്നത് വളരെ വിരളമാണ്. 88-ൽ അദ്ദേഹം CPM 86-ൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് CPM നോമിനിയായി എത്തിയാളാണ്. തുടർച്ചയായി 2 തവണ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു. അദ്ദേഹം DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു, SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു, SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. EMS ബസവ പുന്നയ്യ, അതുപോലെ തന്നെ ഹർകിഷൻ സിംഗ് സുർജിത്ത് തുടങ്ങിയ CPM-ന്റെ എക്കാലത്തെയും തലപ്പൊക്കമുള്ള നേതാക്കൾക്കൊപ്പം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു പരിചയം കൂടിയുള്ള നേതാവാണ്. ഒരു കാലത്ത് ഡൽഹിയിലെ CPM-ന്റെ സാംസ്കാരിക മുഖമായ നേതാവാണ്. സുരലൈ ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്ഥാപക നേതാവായി കൂടി പ്രവർത്തിച്ച ആളാണ്. ഡൽഹിയിലെ സാംസ്കാരിക ഇടത് കേന്ദ്രങ്ങളിൽ വലിയ സ്വീകാര്യത നേതാവാണ്. ഒരുപക്ഷെ രാജ്യത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ നേരിട്ട് വ്യക്തിബന്ധമുള്ള നേതാവാണ്. അത്തരത്തിൽ ഈ ഫിദൽ കാസ്ട്രോ ഉൾപ്പെടെ നേതാക്കളുമായൊക്കെ അടുത്ത വ്യക്തിബന്ധം പുലർത്തിയ നേതാവാണ്. അങ്ങനെ രാജ്യത്തിന് പുറത്തും നിരവധി വ്യക്തിബന്ധങ്ങളുള്ള നേതാവ്, രാജ്യത്തിന് പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി അടുത്ത ബന്ധം പുലർത്തിയ നേതാവ്. അങ്ങനെയൊക്കെ ബേബിക്ക് വിശേഷണങ്ങൾ അനവധിയാണ്. 98-ൽ അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വന്നത് മുതലാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറുന്നത്. വളരെ നേരത്തെ അദ്ദേഹം കേന്ദ്രകമ്മിലെത്തിയ നേതാവാണ്. പിണറായി വിജയനും CPM-ന്റെ സമ്പന്ന നേതാക്കളുടെ പിണറായി വിജയനേക്കാൾ ഒരു പതിറ്റാണ്ട് മുമ്പെങ്കിലും അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയെന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം 2009-ൽ കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസ് അദ്ദേഹം CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയിലെത്തുമെന്ന് ഏവരും പ്രതീക്ഷിക്കപ്പെട്ടതാണ്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്താനായില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് PBയിലെത്തിയത്. പിന്നീട് കോഴിക്കോട് അദ്ദേഹം 2012-ൽ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയിലെത്തുന്നു. അതായത് പിണറായി വിജയന് മുമ്പ് തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയ നേതാവ് വളരെ വൈകിയാണ് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്ഥാനലബ്ധി ഉണ്ടായാൽ അത് തീർത്തും അദ്ദേഹത്തിന് യോഗ്യമായ ഒരു സ്ഥാനലബ്ധി എന്ന് പറയേണ്ടി വരും. കാരണം അത്രയധികം അംഗീകാരമാണ് MA ബേബിയെ തേടി ഇപ്പോൾ എത്തുന്നത്. CPM-നെ നയിക്കാൻ കേരളത്തിന്റെ സ്വന്തം ബേബി സഖാവ്, അങ്ങനെയാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. EMS-ന് ശേഷം മലയാളിയായി, പൂർണ്ണ മലയാളി. നേരത്തെ പ്രകാശ് കാരാട്ടും മലയാളിയാണെങ്കിലും അദ്ദേഹം കേരളത്തിന്റെ അക്കൗണ്ടിലല്ല ജനറൽ സെക്രട്ടറി ആയത്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ അക്കൗണ്ടിൽ ജനറൽ സെക്രട്ടറി ആകുന്ന ഒരു പൂർണ്ണ മലയാളി എന്ന നിലയ്ക്ക് കൂടി ബേബിയുടെ പേര് CPM-ന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഇന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നിരുന്നു, ED-യുടെ റെയ്ഡ് നടന്നിരുന്നു. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരുന്നു. ഇതൊന്നുമായും ബന്ധമില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പൃഥ്വിരാജിന് പിന്നാലെ ഇപ്പോൾ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരിക്കുന്നു. 2 സിനിമകളിലെ ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് തേടിയിട്ടുള്ളത്. ലൂസിഫർ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ വിവരങ്ങൾ തേടിയിരിക്കുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. ഇനി എമ്പുരാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ ആർക്കൊക്കെയാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വരാതിരിക്കുക എന്നതിലെ കൗതുകമുള്ളൂ എന്ന് തോന്നുന്നു. പ്രത്യക്ഷത്തിൽ ഇതൊന്നുമായും യാതൊരു ബന്ധമില്ല എന്ന് കേന്ദ്ര ഏജൻസികൾ പറയുമ്പോഴും എന്തായാലും ലിസ്റ്റിൽ അടുത്ത പേർ ആന്റണി പെരുമ്പാവൂരിന്റേതാണ്. ശ്രീജ, ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇതിന്റെ
അണിയറയിൽ പ്രവർത്തിച്ച പിന്നണിയിൽ പ്രവർത്തിച്ച ലൂസിഫറുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന എമ്പുരാനുമായി ബന്ധപ്പെട്ട എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചവർക്ക് ഓരോരുത്തർക്കുമായിട്ട് നോട്ടീസ് നൽകുന്നു എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ആദായ നികുതി വകുപ്പ് അല്ലെങ്കിൽ ED ഈ രണ്ട് ഏജൻസികളും ഈ രീതിയിലേക്ക് പോകുമ്പോൾ ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഏതാണ്ട് ഈ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് ഇത് വളരെ കൗതുകമായിട്ട് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലായി നടത്തിയ ഈ സിനിമയും എടുത്തു പോയ സിനിമകളാണിത് എല്ലാം 2022 അടക്കമുള്ള കാര്യങ്ങൾ അന്ന് ചില പരിശോധനകൾ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസിനെല്ലാം തന്നെ അധികൃതർ വിശദീകരിക്കുന്നത്. കാരണം 2022 ഈ മലയാള സിനിമാ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ചില പരിശോധനകൾ ആദായ നികുതി വകുപ്പ് നടത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സിനിമാ നിർമ്മാണ കമ്പനികൾ, പ്രത്യേകിച്ച് ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് ഫിലിംസ്, അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനി അടക്കം ഇതിൽ പരിശോധനയിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഏതാണ്ട് പ്രധാനപ്പെട്ട 5ഓളം നിർമ്മാണ കമ്പനി, അതിൽ പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻസിന്റെ ഇതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അന്നെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകളാണ് നടന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നോട്ടീസിനെയും ആ രീതിയിലാണ് അവർ ബന്ധപ്പെടുത്തുന്നത്. അന്ന് നടത്തിയ പരിശോധനകൾ, അതിൻ്റെ ഒരു അസസ്മെൻ്റ് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ തുടരുകയായിരുന്നു. അതിന് തുടർച്ചയെന്ന വണ്ണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നോട്ടീസ് എന്ന രീതിയിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയതായിട്ട് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും ശ്രീജി അവർ പറയുന്നത് ഇതിൻ്റെ ഈ ഓവർസീസ് റൈറ്റുകൾ, അതായത് വിദേശത്തുള്ള ഇതിൻ്റെ ഒരു വിതരണാവകാശം സംബന്ധിയായ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരുത്താനുണ്ട് എന്നതാണ് വിശദീകരിക്കുന്നത്. കാരണം ഇത് ഒരു വിദേശ രാജ്യത്ത് നടക്കുന്ന ഒരു കച്ചവടം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് ആരാണ് ഇതിൻ്റെ വിതരണാവകാശം എടുക്കുന്നത്, ഇവർ തമ്മിലുള്ളൊരു പണക്കൈമാറ്റം എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളിലടക്കം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ കണക്കുകൾ അതിൽ പൊരുത്തപ്പെടേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം പൃഥ്വിരാജിനായി ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് ഉണ്ടായിരുന്നു. അത് 3 സിനിമകളുടെ പേരിൽ അതിൻ്റെ ഒരു നിർമ്മാണ പങ്കാളിയാണ് പൃഥ്വിരാജ്. അതിൽ പ്രതിഫലം വാങ്ങാതെ നിർമ്മാണ പങ്കാളി എന്ന രീതിയിലായിരുന്നു ആ സിനിമകളിൽ പൃഥ്വിരാജ് സഹകരിച്ചിരുന്നത്. അപ്പോൾ അതിൽ പൃഥ്വിരാജിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന തുകയുണ്ട്. ഈ തുകയുടെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ, അതിൻ്റെ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് നികുതി ഒടുക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വേണമെന്ന രീതിയിലായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. ഈ മാസം 29-നകം തന്നെ ഈ കണക്കുകൾ സംബന്ധിയായ കാര്യങ്ങൾ കൃത്യത വരുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. സമാന സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന് നൽകിയിട്ടുള്ള നോട്ടീസിലും പറയുന്നത്. അറബിക്കടലിൻ്റെ സിംഹം, കുഞ്ഞാലിമരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ, അതോടൊപ്പം തന്നെ ലൂസിഫർ, ഈ 2 സിനിമകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള തുകകൾ, ഈ നിർമ്മാണത്തിൽ വന്ന തുകകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിലൊരു വിശദീകരണമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരുത്തണം എന്ന രീതിയിലാണ് ഈ നോട്ടീസ് വന്നിട്ടുള്ളത്. അതിന്റെ ഗോകുലഗോപാലിന്റെ ധനകാര്യ സ്ഥാപനങ്ങളിലെ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് EDയുടെ അന്വേഷണം തുടരുകയാണെന്ന് അറിയുന്നു. ഇനി കുറച്ച് രേഖകൾ പിടിച്ചെടുത്ത് പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് എന്ന രീതിയിൽ സൂചനകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ വിഷയത്തിൽ, ഈ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുന്നത്? കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയുണ്ട്. അത് വളരെ വിപുലമായ രീതിയിൽ നടത്തിയ പരിശോധനയാണ്. ഗോകുലം ഗോപാലിന്റെ വസതിയിലും ഓഫീസുകളിലും ചെന്നൈയിലും കോഴിക്കോടുമെല്ലാമായിട്ട് നടത്തിയ പരിശോധനകളാണ്. അതിൽ നിരവധിയായ രേഖകളടക്കം കണ്ടെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കണക്കിൽപ്പെടാത്ത 1 കോടിയിലധികം രൂപയും കണ്ടെടുത്തതായി പറയുന്നു. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ട്, ഫെമയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകൾ, അതോടൊപ്പം തന്നെ ഇതുമായി കമ്പനി ബോധ്യപ്പെടുത്തുന്ന കണക്കുകൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെയും ഈ പരിശോധനയിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം കള്ളപ്പണം എത്തി ആ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. കണക്കിൽപ്പെടാതെ വിദേശത്ത് നിന്നടക്കം ഫെമയുടെ ലംഘനം നിലനിർത്തിക്കൊണ്ട് തന്നെ വൻതുക വന്നിരിക്കുന്നു ഗോകുലത്തിൻ്റെതായ കണക്കുകളിലേക്ക് എന്നതാണ്. ഈ പണം സിനിമാ നിർമ്മാണത്തിനടക്കം ഉപയോഗിച്ചോ എന്നത് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഗോകുലം ഗ്രൂപ്പ് അവർ ഈ സിനിമാ നിർമ്മാണ മേഖലയിൽ അടക്കം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. നമുക്കറിയാം എമ്പുരാൻ എന്ന സിനിമയുടെ
വിതരണാവകാശം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ എമ്പുരാൻ്റെ സിനിമ വിതരണവും അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒടുവിലാണ് ഗോകുലം ഗോപാലടക്കം കടന്നു വരികയും ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇവരിലേക്ക് വന്നിട്ടുള്ള ഈ വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള പണമത്രയും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ ഒരു പങ്കാളിത്ത സ്വഭാവം എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലാണ് അതിൻ്റെ കണക്കുകളുള്ളത്. നിലവിൽ തന്നെയും ഈ ഫെമയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ കമ്പനിയിൽ തന്നെയും ഈ വന്നിട്ടുള്ള പണം ഏത് രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഏതെങ്കിലും രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുറ്റകരമായ രീതിയിലാണ് എന്നതാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ കമ്പനി നൽകുന്ന വിശദീകരണം എന്താണ്? ഇപ്പോൾ അത് പരിശോധിച്ചതിന് ശേഷം ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളുടെ ചോദ്യം ചെയ്യലും നടക്കും. ഇതിൽ ഏതെങ്കിലും രീതിയിൽ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിക്കുന്നു. എന്തായാലും ഇതിൽ പൊതുവിൽ ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇതിനൊരു എമ്പുരാൻ ഇഫക്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ പൊതുവിൽ കാണുകയും ഇതിന്റെ ഒരു വിമർശനം ഉയരുകയും ചെയ്യുന്നത്. എന്നാൽ അതങ്ങനെയല്ല. സാധാരണ ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിൽ വളരെ വിപുലമായ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്കൊടുവിൽ ഇന്നലെ ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ട്, RBI ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നൊക്കെ കണ്ടെത്തിയതായി ED ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ പരിശോധന ഇനിയും തുടരും. രേഖകൾ പരിശോധിച്ച ശേഷം ഒരുപക്ഷെ വീണ്ടും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തേക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. ഇതിനിടയിലാണ് ആന്റണി പെരുമ്പാവൂരിനും ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരിക്കുന്നത്. മറ്റ് വഖഫ് ഭേദഗതി നിയമമായി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെയാണ് ബിൽ നിയമമായത്. ബില്ലിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമാവുകയാണ്. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരുപക്ഷെ രാഷ്ട്രപതി ഒപ്പുവെച്ചേക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് രാജ്യസഭയും കടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കുകയും അത് നിയമമാവുകയും ചെയ്യുകയാണ്. മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, മുസ്ലിം ലീഗ്, അങ്ങനെ പല സംഘടനകളും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നുമുണ്ട്. ഇന്നലെ എപ്പോഴാണ് ബിൽ ഒപ്പുവെച്ച് നിയമമായി പുറത്തിറങ്ങിയത്? ശ്രീജ, ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബില്ലാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇത് നിയമമായിരിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചത്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന ആശങ്ക അറിയിക്കാനുണ്ട് എന്നൊക്കെ വ്യക്തമാക്കി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നു. അപ്പം മുസ്ലിം ലീഗ് MP-മാരും ഇത്തരത്തിൽ കത്തയച്ചിരുന്നു രാഷ്ട്രപതിക്ക്. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഏതായാലും ഈ ബില്ലിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിനുശേഷം നോട്ടിഫിക്കേഷൻ നിയമമന്ത്രാലയം പുറത്തിറക്കുകയായിരുന്നു. ഏതായാലും ഇതോടുകൂടി നിയമമായിരിക്കുകയാണ്. ഒപ്പം തന്നെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ശക്തമാകുകയാണ്. കാരണം ഇതിനെതിരെ നിയമ പോരാട്ടം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 2 ലോക്സഭാംഗങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ബീഹാറിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP-യാണ്, മറ്റൊന്ന് ഒവൈസിയാണ്. ഈ 2 പേരും പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, മുസ്ലിങ്ങളുടെ അവകാശത്തിനുള്ള കടന്നുകയറ്റമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല കൂടുതൽ കക്ഷികളും ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ലീഗ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചാണ് ഒരുപക്ഷെ നാളെ തന്നെ ലീഗ് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമുണ്ടാകും. കാരണം ഇന്നലെയും ഇന്നുമൊക്കെ അവധി ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നാണ് ഇപ്പോൾ ലീഗ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒപ്പം കൂടുതൽ കക്ഷികളും സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം വ്യക്തി നിയമ ബോർഡാകട്ടെ രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മുംബൈ, ഡൽഹി, പാട്ന, ഒപ്പം തന്നെ ലക്നൗ തുടങ്ങി ബംഗളൂരു തുടങ്ങി രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ഏതായാലും നേരത്തെ വിവാദമായ പല ബില്ലുകളുടെ കാര്യത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ രാജ്യത്തുണ്ടായിരുന്നു. അത് കോടതി കയറുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് CAA അടക്കമുള്ള വിഷയങ്ങൾ കോടതി കയറിയതാണ്. അതുപോലെ മാറാൻ പോകുന്നു വഖഫ് നിയമ ഭേദഗതിയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൂടുതൽ പേർ ഇപ്പോൾ ഏതായാലും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ്. ശ്രീജ, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇന്നലെ ഉണ്ടായ ഒരു വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഖ്യാപനം. അതായത് വേണ്ടി വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലേക്കൊക്കെ സഭ നീങ്ങും എന്നത് ആദ്യമായി ന്യൂസ് 18നോടാണ് ഇന്നലെ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ സംസാരിക്കുന്നത്. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ചൂടുപിടിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ പരീക്ഷണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായേക്കുമെന്ന സൂചനകൾ വരുന്നു. സ്വാധീന മേഖലയിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ആലോചന. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, ഇന്നലെ
മാർ റെമിജിയോ സെഞ്ചനാനിയൽ അങ്ങനെ ഒരു വാചകം പറയുമ്പോൾ ആദ്യം ആലോചിച്ചത് അങ്ങനെ സഭയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള സമയത്ത് സഭയ്ക്ക് എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നൊരു ചിന്തയൊക്കെ വന്നിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാധീനം ശക്തമായി പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ സഭയ്ക്ക് കഴിയും, ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കാൻ കഴിയും. അപ്പോൾ വളരെ സീരിയസ് ആണ് സഭ ഇക്കാര്യത്തിൽ. ശ്രീജ, ഏറെ കൗതുകമുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇന്നലെ രാവിലെ നമ്മളെ കാണുമ്പോൾ ആദ്യം ബിഷപ്പ് ഇക്കാര്യം പറയുന്നു. പിന്നീട് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനം ഇന്നലെ കോഴിക്കോട് നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിനിധി സമ്മേളനത്തിലും രാഷ്ട്രീയ പാർട്ടിയായി മാറേണ്ട ആവശ്യകതയെക്കുറിച്ച് ബിഷപ്പ് പ്രതിനിധികളോട് പറഞ്ഞു. അതിനുശേഷം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം തയ്യാറെടുപ്പുകൾ ആരംഭിക്കണമെന്ന നിർദ്ദേശവും നൽകി. ഇതിനുശേഷം പിന്നീട് മലബാറിലെ തന്നെ മറ്റൊരു പ്രമുഖനായ ബിഷപ്പായ തലശ്ശേരി ആർച്ച് ബിഷപ്പും ഇക്കാര്യത്തെക്കുറിച്ച് തന്നെ പറയുന്നു. വേണ്ടി വന്നാൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കോൺഗ്രസുമായും CPM-ഉമായും ഒക്കെ അങ്ങേയറ്റം അകന്നു കഴിയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ സഭകൾക്കുള്ളത്. ഒപ്പം ഈ നേരത്തെ തന്നെ ഈ കത്തോലിക്ക കോൺഗ്രസ് പാർട്ടി എന്ന രീതിയിലേക്ക് അറിയപ്പെട്ടിരുന്ന കേരള കോൺഗ്രസുകളോടും ഒരു അകൽച്ചയാണ്. KM മാണിയുടെ മരണത്തിന് ശേഷം വലിയ ഒരു അകൽച്ച ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കത്തോലിക്ക സഭയും തമ്മിൽ നിലനിൽക്കുന്നു. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞുകൂടി കോൺഗ്രസിൽ നിന്നും വലിയ പരിഗണനകൾ ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം ആ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്വതന്ത്ര നിലപാടിലേക്ക് പോകണമെന്ന വികാരം വളരെ ശക്തമായി തന്നെ പാർട്ടിക്കുള്ളിൽ വരുന്നു. ഒപ്പം BJP അനുകൂലമായ നിലപാടുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ സഭകൾ സ്വീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടും പരസ്യമായി തന്നെ BJP നിലപാടിനെ പിന്തുണച്ചു. ഒപ്പം ഈ ബില്ല് പാസ്സാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേരളത്തിലെ MP-മാരോട് നിർദ്ദേശം നൽകുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങി. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഈ പ്രതിപക്ഷ MP-മാർ ഈ സർക്കാരിനെ പിന്തുണയ്ക്കില്ലെന്ന് മാത്രമല്ല ഈ വഖഫ് ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ആക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ സഭയും കേരളത്തിലെ പ്രമുഖ മുന്നണികളുമായൊരു അകൽച്ച നിലവിലുണ്ട്. അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് സഭ നീങ്ങുന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വികാസം പ്രാപിക്കുമോ അതോ സ്വതന്ത്രരായി തന്നെ ഓരോ ഇടങ്ങളിലും സഭയ്ക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ മത്സരിക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെ വന്നാൽ തീർച്ചയായും LDF UDF മുന്നണികൾക്ക് ലഭിക്കുന്ന വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റം വരും. സഭാ സ്ഥാനാർത്ഥികൾ വിജയിച്ചില്ലെങ്കിൽ പോലും അവർ വലിയ തോതിൽ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെയെങ്കിൽ ഈ താമരശ്ശേരി പോലുള്ള ഇടങ്ങൾ, പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി പോലുള്ള പല ഇടങ്ങളുണ്ട് ഈ BJPക്ക് അടക്കം നിർണായക വോട്ടുകളുള്ളത്. അങ്ങനെയുള്ള ഇടങ്ങളിൽ 4 സ്ഥാനാർത്ഥികളിലേക്ക് മത്സരം മാറിയാൽ ഒരുപക്ഷെ സ്ഥിരമായ വോട്ട് വിഹിതത്തിൽ BJP വർധനവ് വരുത്തുന്ന ഇടങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളിൽ സഭാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നൊരു കണക്കൂട്ടലുണ്ട്. അതുകൊണ്ട് വളരെ കൗതുകമായ രാഷ്ട്രീയ പരീക്ഷണത്തിലേക്കാണ് ഇപ്പോൾ കേരളം വീണ്ടും നീങ്ങുന്നത്. ശ്രീജ, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ച ആ വാക്ക് തന്നെ, കൗതുകം നിറഞ്ഞ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കാണ് ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ വേദിയാവുക എന്ന് ഉറപ്പിച്ചു പറയാം. കത്തോലിക്ക സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറാതെ തന്നെ അവർക്ക് ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയെങ്കിൽ അത് ആ പരീക്ഷണത്തിന്റെ വേദിയാകുമോ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നതാണ് കാത്തിരുന്ന് അറിയേണ്ടത്. തുടർ വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമുക്ക് വളരെ ആകാംക്ഷയോടെ തന്നെ അതിനായി കാത്തിരിക്കാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങി വരാം. മലപ്പുറം ജില്ലയ്ക്കെതിരായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വെള്ളാപ്പള്ളിക്കെതിരെ കോൺഗ്രസും ലീഗും അടക്കമുള്ള കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. AYF നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി എടക്കര പോലീസ് സ്റ്റേഷനിൽ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെ പരാതി നൽകി. ഈ പ്രസ്താവന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് KT ജലീൽ MLAയും ഇന്നലെ വിമർശിച്ചിരുന്നു. വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരും. പക്ഷേ അനുമോദിലേക്ക് പോകും മുൻപ് എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്ന് ഒരിക്കൽ കൂടി കേൾക്കാം. നിങ്ങൾ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല.
മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? നമുക്കെന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട്? ഒരു കുടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ടോ? ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു. ഈ വന്നവനും പോയവനും എല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ഇരിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോലും കൊടുത്താനില്ല. ഒരു കോളേജുണ്ടോ അവിടെ? ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ? എന്തുണ്ട് മലപ്പുറത്ത്? നമുക്ക് തൊഴിലുറപ്പുണ്ടായിരിക്കണം, അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട്. എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. വോട്ട് കുത്തി യന്ത്രങ്ങൾ ഓട്ടോ പിടിക്കാൻ നേരത്തെ എല്ലാം വന്ന് ചേച്ചി പെങ്ങളെ അളിയ പൊന്നെ കറലെ കട്ടണ്ടി എന്നൊക്കെ പറഞ്ഞെല്ലാം വരും. അതും മേടിച്ച് ഓട്ടം മേടിച്ചുകൊണ്ട് പോയാൽ നമ്മൾ ആരും ആലുവ മണത്തോളം വെച്ച് കണ്ടതായി ഭാവിക്കാറില്ല, ഒന്നും തരാറില്ല, കിട്ടാറില്ല. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാടായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ ഒരു മലയാളം യൂണിവേഴ്സിറ്റിയൊക്കെയുള്ള കേരളം കണ്ട ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവിൻ്റെ മണ്ണായ മലപ്പുറത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. കണിച്ചുകുളങ്ങരയിൽ നിന്ന് വന്ന് മലപ്പുറത്ത് വന്ന് അങ്ങനെ ഒരു പരാമർശം പറയുമ്പോൾ അത് മലപ്പുറത്തുകാർക്കറിയാം, പക്ഷേ അത് സാധാരണക്കാരായ മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് വർഗീയ വിദ്വേഷം തന്നെയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെതിരെ എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനം. ഒരു സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി, അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടെടുക്കാൻ ആരൊക്കെ ധൈര്യം കാണിക്കും എന്നതുകൂടി അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ പരാമർശത്തിന് ശേഷം അവിടെ നടക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ ഒരു കുടത്തിൽ നിന്നൊരു ഭൂതത്തെ തുറന്നു വിട്ട പോലെയാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതിനെതിരെ ഇന്നലെ രാവിലെ മുതൽ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആദ്യം പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നു. തുടർന്ന് നേതാക്കൾ പരസ്യ പ്രസ്താവനയുമായിട്ട് വരുന്നു. ശേഷം പരസ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് പല ഭാഗങ്ങളിലായിട്ടുണ്ടാകുന്നു. അങ്ങനെ വിവിധ തരങ്ങളിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയോടുള്ള എതിർപ്പ് പല മേഖലകളിലായിട്ട് ഇപ്പോൾ സജീവമായി പരസ്യമായി വന്നിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിയമപരമായിട്ട് ഇതിനെ നേരിടുവാനുള്ള നടപടികൾ യൂത്ത് ലീഗും AYF-ഉം തുടങ്ങിയിട്ടുണ്ട്. അവർ രണ്ടുപേരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പരാതിയിൽ കേസെടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമേ പറയുള്ളൂ. ഇതിൽ പോലും പോലീസിന് പക്കൽ പരാതിയുമായി 2 യുവജന പ്രസ്ഥാനങ്ങൾ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോടുള്ള പ്രതികരണങ്ങൾ. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ അടക്കം എല്ലാവരും ഇതിനെ നിശ്ചിതമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ KT ജലീൽ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന അത് മറ്റുള്ളവരിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് തോന്നിയതൊന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ തള്ളി പറഞ്ഞുകൊണ്ടാണെങ്കിലും അദ്ദേഹം ആ പ്രസ്താവന തിരുത്തണം. അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങൾ, അദ്ദേഹത്തിന് നേരിട്ട് പരിചയമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഒരുപക്ഷെ അറിയാതെ പറ്റിയതാകാം, അങ്ങനെ ഒരു പറഞ്ഞു പോയതാകാം, അത് തിരുത്തണം എന്ന തരത്തിൽ ഒരു കാർഡടച്ച് വെടിവെക്കുന്ന പോലെ അല്ലെങ്കിൽ നിശിതമായി വിമർശിക്കുന്ന പോലെ ആയിരുന്നില്ല ജലീലിൻ്റെ ഫേസ്ബുക്ക് FB-യിലെ വാക്കുകളുണ്ടായിരുന്നത്. മറുവശത്ത് PMS സലാം അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയില്ല, എന്തു തന്നെയാണെങ്കിലും അത് മലപ്പുറത്തെ വേദനിപ്പിക്കുന്നതാണ്, അത് തിരുത്തണം എന്നുള്ളതാണ്. അത് വെള്ളാപ്പള്ളി നടപടി തിരുത്തണം എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമൊന്നുമില്ല. അത് ഏത് വിധത്തിലാണെങ്കിലും മലപ്പുറത്തിനെ അപമാനിക്കുന്നത്, മലപ്പുറത്തുകാരെ മുഴുവൻ വേദനിപ്പിക്കുന്നതുമായ പ്രസ്താവന അദ്ദേഹം തിരുത്തിയേ തീരൂ, അത് തിരുത്തി പറഞ്ഞേ തീരൂ എന്ന കാര്യത്തിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള നേതാക്കളും ഒരേ സ്വരത്തിലാണ് അഭിപ്രായം പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഇടതുപക്ഷം കുറെ കൂടി ഔദ്യോഗികമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളാരും ഇവിടെ എല്ലാവരും ഇപ്പോൾ മധുരയിലാണുള്ളത്. പക്ഷേ അവരുടെ പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, നിരുത്തരവാദപരമാണ്, തിരുത്തേണ്ടതുണ്ട് എന്ന തരത്തിൽ തന്നെയാണ്. ജലീലിൻ്റെ പോസ്റ്റ് നമ്മൾ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജലീൽ സാധാരണ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന രീതിയും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് നടത്തിയ പ്രതികരണത്തിൻ്റെ രീതിയും രണ്ടായിട്ട് തന്നെ വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. അപ്പോൾ അദ്ദേഹത്തോടൊരു അനുഭാവം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതിനെ എതിർക്കുകയാണ് ജലീലടക്കമുള്ളവർ ചെയ്യുന്നതെങ്കിൽ UDF-ന്റെ ഭാഗത്തുനിന്ന് നിശ്ചിതമായ വിമർശനങ്ങളാണ് വെള്ളാപ്പള്ളിക്കെതിരെ
ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. മലപ്പുറത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ മേഖലയിലുള്ള സാഹചര്യങ്ങളെയാണ് വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത് എന്ന തരത്തിൽ വിലയിരുത്തുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. അതായത് വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ലയിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് SNDP ആണെങ്കിലും ഒരുപക്ഷെ NSS ഇവിടെ വളരെ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം തന്നെ മുസ്ലിം സാമുദായിക സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ആ ഒരു വിഷയമാകാം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന തരത്തിലൊരു വ്യാഖ്യാനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഇതിൻ്റെ ഈ ഒരു പ്രസ്താവനയെ ചൊല്ലി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അദ്ദേഹം തുടർച്ചയായി പറയുന്ന മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകി ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ ഒന്ന് മയപ്പെടുത്തുക എന്ന തരത്തിലേക്കും ഒരു വിലയിരുത്തൽ ഇതിനെതിരെ ഉയരുന്നുണ്ട്. എന്നാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ളവർ പ്രതികരിച്ചിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി ഡൽഹിക്ക് പോവുകയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ദുബായിലാണുള്ളത്. അപ്പോൾ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് PM സലാം ഇന്നലെ തന്നെ ലീഗ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. തുടർന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടെയാണോ ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ BJP-യുമായി കൂടുതൽ ആഴത്തിൽ ബന്ധമുറപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ ഒരു പ്രസ്താവനയാണെന്ന് വിമർശിക്കുന്നവരുണ്ട്. എന്താണെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്ക് എതിരെ മലപ്പുറം ഒന്നാകെ അണിനിരക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിമർശിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കുറേശ്ശെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. ശ്രീജ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വെള്ളാപ്പള്ളി അങ്ങനെ വെറുതെ ഒരു വാക്ക് പറയുമോ എന്ന് കരുതേണ്ട. വെള്ളാപ്പള്ളിയും എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമിട്ട് കാണും. ആ ലക്ഷ്യം മനസ്സിലാക്കിയായിരിക്കും ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. UDF ശക്തമായ നിലപാടുമായി രംഗത്തെത്തുന്നുണ്ട്. LDF-ന് എന്താണ് പറയാനുള്ളത്? KT ജലീലിന്റെ ഭാഗത്തു നിന്നാണ് ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർ എന്തു പറയുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവാം. രാമേശ്വരം ദ്വീപിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാമ്പൻ പാലം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽ പാലമാണ് പുതിയ പാമ്പൻ പാലം. 2.2 കിലോമീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. വിവരങ്ങളുമായി സജയൻ ചേരുന്നുണ്ട്. സജയൻ, പാമ്പൻ പാലം എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ആ ഓർമ്മകൾക്കാണ് ഒരിക്കൽ കൂടി ഒരു പുനരുജ്ജീവനം ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് ഈ പാലത്തിന്റെ പ്രത്യേകതകൾ? എങ്ങനെയൊക്കെയാണ് ഉദ്ഘാടന ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്? ശ്രീജ, തീർച്ചയായും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം രാമേശ്വരം ദ്വീപിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാമ്പൻ പാലം ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം എന്ന ഒരു സവിശേഷത കൂടി ഉണ്ട്. 535 കോടി രൂപ ചെലവിൽ 2.2 കിലോമീറ്റർ നീളമുള്ള പാലമാണ് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നത്. ഈ പാലം കുത്തനെ ഉയർത്താനും താഴ്ത്താനും മെക്കാനിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റാണ് ഉപയോഗിക്കുന്നത്. പാലം ഉയർത്താൻ 3 മിനിറ്റും താഴ്ത്താൻ 2 മിനിറ്റും മാത്രമാണ് വേണ്ടിവരിക. ഇതിലേക്കായി പ്രധാനമന്ത്രി ശ്രീലങ്കൻ പര്യടനം കഴിഞ്ഞ് ശ്രീലങ്കയിലെ അനുരാധപുരത്ത് നിന്നും ഇന്ത്യൻ സേനയുടെ ഹെലികോപ്റ്ററിൽ ഇന്ന് രാവിലെ 10:40 അവിടെ നിന്നും പുറപ്പെട്ട് 11:45 മണ്ഡപം ക്യാമ്പിൽ ഹെലിപ്പാഡിൽ എത്തിച്ചേരുന്ന അദ്ദേഹം അവിടെ നിന്ന് റോഡ് മാർഗം രാമേശ്വരം എത്തിച്ചേരും. പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 12:45 മണിക്കാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. രാമേശ്വരത്തെ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം വളരെയേറെ ആകാംക്ഷയോടെയാണ് തമിഴ്നാട് ജനതയും ഇന്ത്യൻ ജനങ്ങളും കാത്തിരിക്കുന്നത്. തുടർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശേഷം അദ്ദേഹം ഇന്ന് രാമനവമി പ്രമാണിച്ച് രാമേശ്വരം രാമനാഥ ക്ഷേത്രത്തിൽ 1:15 വരെ ദർശനം നടത്തും. ആയതിനാൽ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ പൊതുജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ക്ഷേത്ര ദർശനം നിരോധിച്ചിട്ടുണ്ട്. ഈ ദർശനം കഴിഞ്ഞ് 1:20 ക്ഷേത്രത്തിൽ നിന്ന് രാമേശ്വരം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മൈതാനത്തിലെ വേദിയിൽ വെച്ച് പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടൽ ചടങ്ങും നടക്കും. അതിനുശേഷം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ശേഷം തുടർന്ന് 2:35 അവിടെ നിന്നും പുറപ്പെട്ട മണ്ഡപം ക്യാമ്പിലെ ഹെലിപ്പാഡിൽ നിന്നും ഹെലികോപ്റ്റർ മൂലം പ്രധാനമന്ത്രി 3:50 മധുര വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടും. ഇതാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ.
ന്യൂസ് 18 തമിഴ്നാട് പ്രതിനിധി സജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം പാമ്പൻ പാലം ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. 2.2 കിലോമീറ്റർ നീളമുള്ളതാണ് പാലം. ഏറ്റവും മനോഹരമായ ദൃശ്യഭംഗി അല്ലെങ്കിൽ കാഴ്ച സമ്മാനിക്കുന്ന ഒന്നുകൂടിയായിരിക്കും ഈ പാമ്പൻ പാലം എന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ പദ്ധതികൾക്ക് ഇന്ന് പ്രധാനമന്ത്രി അവിടെ പ്രഖ്യാപനം നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുക. വിവരങ്ങളാണ് സജയൻ നൽകിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. ആര്യങ്കാവ് സ്വദേശിയായ വത്സലയും ബന്ധുക്കളുമാണ് താലൂക്ക് ആശുപത്രിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ആര്യങ്കാവ് ചെമ്പോട പുത്തൻവീട്ടിൽ വത്സല എന്ന 59-കാരിയാണ് ചികിത്സാ പിഴവെന്ന ആരോപണം ഉന്നയിക്കുന്നത്. കാലിൽ ചെറിയ മുറിവുമായി ചികിത്സയ്ക്കെത്തിയ വത്സലയ്ക്ക് സ്ട്രെക്ചറിൽ മറ്റാശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതി വന്നെന്നാണ് പരാതി. മാർച്ച് 5-നാണ് വത്സല പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. സർജനെ കാണുകയും സർജന്റെ നിർദ്ദേശാനുസരണം കാലിലെ നീര് കുറയാൻ മരുന്ന് വെക്കുകയും എന്നാൽ വൈകിട്ടായതോടെ കടുത്ത വേദന അനുഭവപ്പെടുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് കാലിലെ കെട്ടഴിച്ച് പരിശോധിച്ചപ്പോൾ വലിയ വ്രണങ്ങളായെന്നും താലൂക്ക് ആശുപത്രിയിൽ നിന്നും കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായതോടെയാണ് ഡിസ്ചാർജ് വാങ്ങി തൃശൂർ ആശുപത്രിയിലേക്ക് പോയതെന്നും ഇവർ പറയുന്നു. പൊതിഞ്ഞു കെട്ടിയപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നും പോയി 2 ദിവസം വരെ, ആ 2-3 ദിവസം വരെ ഡോക്ടർ വന്നിട്ടില്ല. 3-4 ദിവസം വരെ. എന്നിട്ട് പിന്നെ ഇവര് പൊതിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ബാത്റൂമിൽ പോയി അഴിച്ച് നല്ല ക്ലീൻ ചെയ്തോണ്ട് പോവാന്ന് പറഞ്ഞു. അതുകൊണ്ട് സിസ്റ്ററെ എനിക്ക് പറ്റത്തില്ല ക്ലീൻ ചെയ്യാൻ, എനിക്ക് വേദന താങ്ങാൻ വയ്യ, മുട്ടിന്റെ ഇടം വരെ ദ്രവിച്ചിരിക്കുന്ന പോലെ എനിക്ക് വേദന താങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വലിച്ചങ്ങോട്ട് കയറ്റിട്ട് ഒരു തുണി വെച്ച് ചുറ്റി 3 ചുറ്റി ഇങ്ങനെ വെച്ചിട്ട് പിറ്റേന്ന് എടുത്തപ്പോ ആ തുണിയിലിരുന്ന് കാലിന്റെ തൊലി 3/4 ഭാഗവും. അന്നും ഡോക്ടർ വന്നിട്ടില്ല. തൃശൂർ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയാണ് താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധവുമായി കുത്തിയിരുന്നത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും കൃത്യവിലോപം നടന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. പ്രഥമ ദൃഷ്ടിയാ നോക്കിയതിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. ഡയബറ്റീസ് സെല്ലൈറ്റിസ് പറഞ്ഞാൽ ഇത്രമാത്രം കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്, സ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും നെഗ്ലിജൻസോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് വളരെ വിശദമായി നോക്കിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാം. ന്യൂസ് 18 പുനലൂർ. കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിന് മർദ്ദനം. പട്ടാമ്പി പെട്രോൾ പമ്പിലെ വനിതാ ജീവനക്കാരെയും മാനേജരെയുമാണ് മർദ്ദിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം പമ്പ് അധികൃതർ പോലീസിന് പരാതി നൽകി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെ പട്ടാമ്പി കൂട്ടുപാതയ്ക്ക് സമീപത്തെ പെട്രോൾ പമ്പിലാണ് സംഭവം. KL 05 L 5379 നമ്പർ കാറിലെത്തിയ 3-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ഇവർ കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെട്ടു. കുപ്പിയിൽ പെട്രോൾ നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് മർദ്ദനം. ആലിക്കൽ ഫ്യൂവൽസിലെ മാനേജർ വിജയകുമാറിനെയും തൊഴിലാളികളെയുമാണ് ആക്രമിച്ചത്. ഓഫീസിലിരുന്ന മാനേജരെ വലിച്ചിടിച്ച് പെട്രോൾ അടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം ബലമായി കുപ്പിയിൽ പെട്രോൾ നിറച്ച് സംഘം മടങ്ങുകയായിരുന്നു. ജീവനക്കാർ CCTV ദൃശ്യം സഹിതം നൽകിയ പരാതിയെ തുടർന്ന് ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കാലിലെ വലിയ മുറിവുകളുമായി കൊല്ലം സിറ്റിയിലൂടെ ഇഴഞ്ഞു നടന്ന യുവാവിന് രക്ഷകരായി ജീവകാരുണ്യ പ്രവർത്തകർ. ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ യുവ കൂട്ടായ്മയാണ് പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. പള്ളിത്തോട്ടം പോലീസിന്റെ സഹായത്തോടെ യുവാവിനെ ഏറ്റെടുത്ത് ഇവർ ചികിത്സയും നൽകി. കൊല്ലം നഗരത്തിന്റെ പല ഭാഗങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങിയ അന്യസംസ്ഥാനക്കാരനായ യുവാവിനാണ് പുതുജീവനേകിയത്. താടിയും മുടിയും നീട്ടി വളർത്തിയും മുഷിഞ്ഞ വസ്ത്രധാരിയായ യുവാവ് കൊല്ലം പള്ളിത്തോട്ടത്തിലെത്തിയതോടെയാണ് നാട്ടുകാരും ശ്രദ്ധിച്ചത്. കാലിൽ വലിയ മുറിവുണ്ടായതിനാൽ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു യുവാവ്. പൊതുപ്രവർത്തകരായ റോബർട്ട് ഇടപെടുകയും ജീവകാരുണ്യ പ്രവർത്തകരെ വിവരമറിയിക്കുകയുമായിരുന്നു. ശക്തികുളങ്ങര ഗണേഷ്, ബാബു, ശ്യാം എന്നിവർ ചേർന്ന് യുവാവിനെ പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. അന്യസംസ്ഥാനനായ ഒരു ചെറുപ്പക്കാരൻ ഇന്ന ദിവസം പള്ളിത്തോട്ടം ലിമിറ്റിൽ കാണപ്പെടുകയും അങ്ങനെ പോലീസിന്റെ സഹായത്തോടുകൂടി പിന്നെ സന്നദ്ധ സേവനം നടത്തുന്ന ഗണേശും റോബർട്ട്, ശ്യാം എന്നിവർ ചേർന്നിട്ട് ആ പയ്യനെ സ്റ്റേഷന്റെ പരിസരത്ത് കൊണ്ടുവന്ന് വൃത്തിയാക്കി ശുദ്ധീകരിച്ചതിന് ശേഷം
ജില്ലാ ആശുപത്രിയിലേക്ക് ചികിത്സ, കാലിന് വയ്യാത്ത ആളാണ്, ചികിത്സയ്ക്കായിട്ട് ജില്ലാ ആശുപത്രി കൊണ്ടുപോവുകയാണ്. തുടർന്ന് ചിലപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവും. യുവാവിനെ വൃത്തിയാക്കാൻ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സൗകര്യങ്ങൾ പോലീസ് ചെയ്തു നൽകിയിരുന്നു. പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചും ആഹാരം നൽകിയും യുവാവിനെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സയും നൽകി. ന്യൂസ് 18 കൊല്ലം. എന്തൊക്കെയായിരിക്കും ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന്റെ പ്രതിഫലനങ്ങൾ എന്നത് നമ്മളൊക്കെ കൗതുകത്തോടെ നോക്കിയിരുന്നതാണ്. എല്ലാ കാർ ഇറക്കുമതിക്കും 25% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യുഎസിലേക്കുള്ള കയറ്റുമതി താൽക്കാലികമായി നിർത്തുമെന്ന് ആഡംബര കാർ നിർമ്മാതാക്കളായ ജാഗ്വറും ലാൻഡ് റോവറും. ചൈനയും നിലപാട് കടുപ്പിച്ചതോടെ നിബന്ധനയോടെ താരിഫിൽ ഇളവ് നൽകാമെന്ന് യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേർന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും ഈ തീരുമാനത്തിന് എന്നത് കൗതുകത്തോടെ ലോകം നോക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ആദ്യം അതിൽ വരുന്നത് ജാഗ്വർ അടക്കമുള്ള വലിയ വാഹന നിർമ്മാതാക്കളാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. എന്താണ് ഈ ജാഗ്വർ ഈ വിഷയത്തിൽ അറിയിക്കുന്നത്? ശ്രീജ, ഇതുവരെ കഴിഞ്ഞ വർഷം വരെ $250 ബില്യൺ കാർ കയറ്റുമതിയും അതുപോലെ തന്നെ 450-ലധികം കാർ പാർട്സിന്റെ കയറ്റുമതിയുമാണ് ഇതുവരെ അമേരിക്കയിലേക്ക് നടന്നിരുന്നത്. ഇതാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തുന്നു എന്നാണ് ഈ ആഡംബര കാർ നിർമ്മാതാക്കൾ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ താരിഫുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇപ്പോഴും പുരോഗമിക്കുക തന്നെയാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഇത്തരം കയറ്റുമതികൾ നിർത്തിവെക്കുന്നു എന്നാണ് ഇപ്പോൾ ആഡംബര കാർ നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇനി ചർച്ചകളിൽ ഒരു ഗുണകരമായ നടപടി ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തുടർന്നുള്ള നടപടി പിന്നീട് വ്യക്തമാക്കുമെന്ന് കൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബില്യൺ കണക്കിന് ഡോളർ കയറ്റുമതി ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ അത് കുറയുന്നു, അത് താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ നേരത്തെ ചൈനയും നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. അതായത് ഈ താരിഫ് നയത്തിൽ നിന്നും ട്രംപ് പിന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇതുവരെ ഏർപ്പെടുത്തുന്ന നികുതിക്ക് പുറമെ 34% അധികം നികുതി കൂടി ചൈന ചുമത്തുമെന്ന് യുഎസിന് മേൽ ചുമത്തുമെന്ന് കൂടി ചൈന വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പ്രതികരണം വന്നു. അതായത് ഈ ചൈന ഭയത്തോടെയാണ് നിലപാട് പറയുന്നത്, ഭയപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലൊക്കെ ട്രംപിന്റെ പ്രതികരണം വന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് അതിലൊരു അയവ് വരുത്തുന്നു നിലപാടിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ട്രംപ് വ്യക്തമാക്കിയത് ചൈനയുടെ ഈ നികുതി, അതായത് ചൈനയ്ക്ക് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ചൈനയ്ക്ക് മേൽ ചുമത്തുന്ന നികുതി ഏറ്റവും വലുതായിരുന്നു. 54% അധികം താരിഫായിരുന്നു ചൈനയ്ക്ക് മേലുണ്ടായിരുന്നത്. ഇതിൽ ഇളവ് വരുത്താൻ തയ്യാറാണ്. പക്ഷേ ചൈന ആപ്പായ ടിക്ടോക്ക് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉടമസ്ഥത അത് അമേരിക്കയുടെ കമ്പനികൾക്ക് എഴുതി നൽകണം എന്നതാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഉപാധി. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ചൈനയുടെ ഈ താരിഫ് അത് കുറയ്ക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. ഇതിൽ ചൈന മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ താരിഫിനെ ട്രംപ് കാണുന്നത് ഒരു ആയുധമായിട്ടാണ്, മറ്റു രാജ്യങ്ങളിലെ ഈ യുഎസിന്റെ അധീനതയിൽ കൊണ്ടുവരാനുള്ള ഒരു ആയുധം മാത്രമാണ് ട്രംപിന് താരിഫ് എന്നാണ് ഇപ്പോൾ ചൈന ആരോപിക്കുന്നതും. എന്തായാലും ഈ താരിഫുമായി ബന്ധപ്പെട്ട് അത് ലോകരാജ്യങ്ങളെ ഒന്നാകെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് കഴിഞ്ഞ ദിവസം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. അതായത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം നീങ്ങുന്നു. അടുത്ത 3 മാസത്തോടു കൂടി പൂർണ്ണമായും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കായിരിക്കും നീങ്ങുക എന്നതായിരുന്നു മുന്നറിയിപ്പ്. ഇപ്പോൾ ഈ കാർ ഇറക്കുമതിയിലടക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു നിലപാടുണ്ട്. അതായത് ഇതിന് മേൽ നികുതി ചുമത്തുന്നത് അത് അമേരിക്കക്ക് ഗുണകരമാകുമെന്നാണ് ട്രംപിന്റെ കണ്ടെത്തൽ. അതായത് ഇതോടുകൂടി അമേരിക്കയുടെ ഉൽപാദനം ഇക്കാര്യത്തിൽ കാര്യമായി വർധനമുണ്ടാവും, അമേരിക്കയിൽ തൊഴിൽ കൂടും, അമേരിക്കൻ നിർമ്മാണ കമ്പനികൾക്ക് ഗുണകരമാകുമെന്നൊക്കെയായിരുന്നു ട്രംപിന്റെ വാദവും കണ്ടെത്തലുകളും. പക്ഷേ അങ്ങനെയല്ല, ഇത് അമേരിക്കക്ക് തന്നെ പ്രതികൂലമായി ബാധിക്കും, പണപ്പെരുപ്പം കൂടും, അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങും. അമേരിക്ക അത്തരത്തിൽ സാമ്പത്തിക
സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിയാൽ അത് ലോകരാജ്യങ്ങളെ ഒന്നാകെ ബാധിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ 10% നികുതി ചുമത്തുന്നത് ഈ മാസത്തോടു കൂടിയും മറ്റുള്ളവ അധിക നികുതി ചുമത്തുന്നത് മെയ് ആദ്യത്തിൽ കൂടി പൂർണ്ണമായും പ്രാബല്യത്തിൽ വരാനിരിക്കെ ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്നലെ അമേരിക്കയിലുടനീളം ആയിരക്കണക്കിന് ആളുകൾ അണിനിരുന്ന പ്രതിഷേധ റാലികൾ നടന്നിരുന്നു. ട്രംപിന്റെയും മസ്കിന്റെയും നയങ്ങൾക്കെതിരെയായിരുന്നു ഈ മാർച്ച് നടന്നത്. പ്ലക്കാർഡുകളുമേന്തി ആയിരക്കണക്കിന് ആളുകളാണ് ഈ റാലിയിൽ അണിനിരുന്നത്. കൂട്ടപ്പിരിച്ചുവിടൽ, അമേരിക്കയിൽ ഇപ്പോൾ വലിയ രീതിയിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടക്കുന്നുണ്ട്. കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ, അബോർഷൻ നയങ്ങൾക്ക് എതിരെ, ഒപ്പം ഈ താരിഫ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾക്കൊക്കെ എതിരെയാണ് ഇത്തരത്തിലൊരു റാലി. ഒരുപക്ഷെ ജനുവരിയിൽ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധ റാലി ഇന്നലെ നടന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതൊരു ആഭ്യന്തര അസംതൃപ്തിയുടെ ലക്ഷണം കൂടിയാണ്. അതിനെയൊക്കെ എങ്ങനെയാണ് ട്രംപ് മാനേജ് ചെയ്യുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്ത് സുരേഷിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം, പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. വിവരങ്ങളുമായി VV വിനോദ്. നേരത്തെ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകലിനൊക്കെ എതിരെ വകുപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൈംഗിക ചൂഷണം, പണം തട്ടിയെടുക്കൽ ഇവ ചേർത്തിരിക്കുന്നു. ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? 24-നാണ് ഈ മരണം സംഭവിച്ചത്. അതിനുശേഷം സുഗാന്ത് മലപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ഒളിവിൽ പോവുകയുമായിരുന്നു. ആദ്യ ഘട്ടത്തിൽ പോലീസ് സുഗാന്തിനെ പ്രതി ചേർത്തിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കുടുംബം രണ്ടാമതും പരാതിയായി വന്നതിന് ശേഷമാണ് പോലീസിന്റെ അന്വേഷണം അല്പമെങ്കിലും ഊർജിതമായത്. തുടർന്ന് വിനോദ്, ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്. വിനോദിലേക്ക് തിരിച്ചെത്താമെന്ന് കരുതുന്നു. ലൈംഗിക ചൂഷണം, പണം തട്ടൽ വകുപ്പുകൾ കൂടി ഇപ്പോൾ സുഗാന്തിനെതിരെ ചേർത്തിരിക്കുകയാണ്. സുഗാന്തിനെതിരെ ഇപ്പോഴും സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. നേരത്തെ സുഗാന്തുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന ഒരു സഹപ്രവർത്തകയെ കൂടി ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തുവെന്നാണ് അറിയുന്നത്. വിനോദ്, കേൾക്കാമോ? പറഞ്ഞോളൂ. നേരത്തെ തന്നെ സുഗാന്ത് ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചേർക്കുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം, അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. നേരത്തെ തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗ കുറ്റങ്ങൾ ഇത് നേരത്തെ തന്നെ ചുമത്തിയിരുന്നു. പേട്ട പോലീസിന്റെയാണ് നടപടി. സുഗാന്ത് ഇപ്പോഴും എവിടെയെന്ന് വ്യക്തമല്ല. കേരളത്തിൽ പുറത്തേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.